നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. കണ്ണൂർ ടൗണിൽ പേവിഷബാധ സംശയിക്കുന്ന നായ ആക്രമിച്ച് നിരവധി പേർക്ക് പരിക്ക്. 20ഓളം പേർക്ക് കടിയേറ്റു. കനത്ത മഴയിൽ പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ കോംപ്ലക്സിന്റെ മുകൾ നിലയിൽ നിന്നും ഹോളോ ബ്രിക്സ് കട്ടകൾ ഇടിഞ്ഞു വീണ് ഹോട്ടൽ തകർന്നു. രാത്രിയായതിനാൽ ഒഴിവായത് വൻ അപകടം. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കെട്ടകാലം ഒരിക്കലും തിരിച്ചു വരരുതെന്നാണ് ആഗ്രഹമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല പുസ്തകം തലശ്ശേരിയിൽ പ്രകാശനം ചെയ്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജല ബഡ്ജറ്റ് പ്രകാശനം ചെയ്തു. പ്രകാശന കർമ്മം MP സന്തോഷ് കുമാർ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ ടൗണിൽ പേവിഷബാധ സംശയിക്കുന്ന നായ ആക്രമിച്ച് നിരവധി പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് നായയുടെ ആക്രമണമുണ്ടായത്. 20ഓളം പേർക്ക് കടിയേറ്റു. കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡ്, SBI പരിസരം, പ്രഭാത് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് നിരവധി പേരെയാണ് തെരുവുനായ കടിച്ചത്. +1 വിദ്യാർത്ഥി, നീർക്കടവിലെ അവനീത്, ഫോർട്ട് റോഡ് ഇന്ത്യൻ കോഫി ഹൌസ് ജീവനക്കാരൻ കൂത്തുപറമ്പിലെ സിബിൻ, മുഴപ്പിലങ്ങാട് സ്വദേശി അബ്ദുൾ നാസർ, തളിപ്പറമ്പിലെ ഗണേഷ് കുമാർ, കാങ്കോലിലെ വിജിത്ത്, തമിഴ്നാട് ചിന്നസേലം സ്വദേശി ഭാഗ്യരാജ്, മുണ്ടേരിയിലെ റാഷിദ, അഞ്ചരക്കണ്ടിയിലെ റിജിൽ, SBI ജീവനക്കാരൻ രജീഷ്, എറണാകുളം സ്വദേശി രവികുമാർ തുടങ്ങി 20ലധികം പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ബസ് സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. ആ ബാങ്കിന്റെ അടുത്ത് ടേണിങ് തിരിച്ചെടുത്ത ആദ്യം കുറെ നായി കൂട്ടമായിട്ട് പോകണ്ട്. അവരൊന്നും ആക്രമിച്ചിട്ടില്ല. പെട്ടെന്ന് വേറൊരു നായി വന്നിട്ട് ഒരൊറ്റ കടിയാന്ന് കടിച്ച്. അപ്പോഴേക്കും ഞാൻ കാല് കുടഞ്ഞ് തുണിയൊക്കെ കടിച്ചു കൊണ്ടുപോയി. പക്ഷെ എന്നെ കടിക്കുന്നല്ല പ്രശ്നം. ജനങ്ങൾ ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക്, മനുഷ്യർക്കാണ് വില, നായിക പട്ടികൾക്കും മറ്റുള്ള വന്യമൃഗ വില. ഇതൊക്കെ ഗവൺമെന്റ് ഇതിനെ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുക. കാരണം എന്റെ ഒരു കാര്യം മാത്രമല്ല, ഇപ്പൊ ഇന്നിവിടെ തന്നെ ഒരു 10-30 ആൾക്കാർ നായിക കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ജനങ്ങൾക്ക് ജീവിക്കണ്ടേ. ഇന്ന് കാലത്ത് കണ്ണൂര് ചിലർ ആവശ്യങ്ങൾക്കായി വന്നപ്പോൾ തെരുവുനായയുടെ ഒരു കടിയേറ്റ് ഞാൻ കണ്ണൂർ ആശുപത്രിയിൽ ഇഞ്ചക്ഷനായിട്ട് വന്നിരിക്കുകയാണ്. തെരുവുനായയുടെ ശല്യം കാരണം ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇതിൽ സർക്കാരും പഞ്ചായത്തും കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഒക്കെ ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നാട്ടിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് വളരെയധികം പ്രയാസം നേരിടുന്നതാണ്. ഭൂരിഭാഗം പേർക്കും കാലിനാണ് കടിയേറ്റത്. രാവിലെ 11:30യോടെയാണ് നായ പരാക്രമം തുടങ്ങിയത്. കനത്ത മഴയിൽ പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ കോംപ്ലക്സിന്റെ മുകൾ നിലയിൽ നിന്നും ഹോളോ ബ്രിക്സ് കട്ടകൾ ഇടിഞ്ഞു വീണ് ഹോട്ടൽ തകർന്നു. രാത്രിയായതിനാൽ വൻ അപകടമാണ് വഴിമാറിയത്. ചെമ്പാട് സ്വദേശികളായ രമേശൻ, ലിനി എന്നിവരാണ് ഹോട്ടൽ നടത്തുന്നത്. പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് അപകടമുണ്ടായത്. നേരത്തെ ലുല്ലബി ഷോപ്പിംഗ് കോംപ്ലക്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും ഇപ്പോൾ കോംപ്ലക്സിന് പ്രത്യേക പേരൊന്നുമില്ല. കോംപ്ലക്സിന് മുകളിൽ നിന്നും കനത്ത മഴയിൽ ഹോളോ ബ്രിക്സുകൾ താഴത്തെ അമ്മ ഹോട്ടലിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. ഉടമ ചമ്പാട്ടെ ലിനിയും ജീവനക്കാരും രാത്രി 8 മണിയോടെ കടപൂട്ടി പോയ ശേഷമാണ് അപകടം നടന്നത്. അപകടത്തിൽ അടുക്കള ഭാഗം പൂർണ്ണമായും തകർന്നു. ടാങ്ക്, പാത്രങ്ങൾ, അടുപ്പ് എന്നിവ തകർന്നു. ജോലി സമയങ്ങളിൽ അടുക്കളയിൽ 4 പേരെങ്കിലും ഉണ്ടാകുമെന്നും വൻ അപകടമാണ് ഒഴിവായതെന്നും ലിനി പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതി നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കൂടുതൽ അപകടത്തിനിടയാക്കാതെ കെട്ടിടത്തിനു മുകളിലെ ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കണമെന്നും നഗരസഭ ഇക്കാര്യത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വ്യാപാരി നേതാക്കൾ ആവശ്യപ്പെട്ടു. പാനൂർ പോലീസും സ്ഥലത്തെത്തി. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കെട്ടകാലം ഒരിക്കലും തിരിച്ചു വരരുതെന്നാണ് ആഗ്രഹമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. ആ വിശ്വാസത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാണ് മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകം ചൂണ്ടിക്കാട്ടുന്നതെന്നും സ്പീക്കർ പറഞ്ഞു. തലശ്ശേരി പേൾവ്യൂ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പുസ്തകം ഏറ്റുവാങ്ങി.
നവാസ് മേത്തർ അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. ആ താലിമാല തേടി ആരും വന്നില്ല. യഥാർത്ഥത്തിൽ കണ്ണൂരുകാരായ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാത്ത, തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത കാലമാണ് ആ കാലം. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, ഒരു കാലത്തെ കണ്ണൂരിലെ പൊളിറ്റിക്കൽ വയലൻസ്, രാഷ്ട്രീയ സംഘർഷം, ആ രാഷ്ട്രീയ സംഘർഷം ഒരു കാലത്തും തിരിച്ചു വരാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ആ ഒരു കാലം ഇനി തിരിച്ചു വരില്ല എന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രമാത്രം ഭയാനകമായ ഒരു കാലം അവിടെ ഉണ്ടായിരുന്നു. ആ കാലത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും ആ ഒരു കാലം തിരിച്ചു വരില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നതും അത് തന്നെയാണ്. അദ്ദേഹം രാഷ്ട്രദീപികയുടെ പത്രപ്രവർത്തകനാണ്. ഒരേ സമയം പ്രിന്റിലും വിഷ്വലിലും പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. പ്രിന്റ് മീഡിയ ഒരു ഭാഗത്ത് രാഷ്ട്രദീപിക കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ കണ്ണൂർ വിഷൻ എന്ന ചാനലിലൂടെ ഇന്ന് കണ്ണൂരിലെ ജനങ്ങൾക്ക് പരിചിതമായ മുഖമാണ് ശ്രീ നവാസ് മേത്തർ. പ്രിന്റ് മീഡിയയുടെ പ്രശ്നം, പ്രിന്റ് മീഡിയയിൽ ബൈലൈൻ എഴുതുന്നവരുടെ പേര് മാത്രമേ ആൾക്കറിയൂ. ബൈലൈനാണ്. ഈ ബൈലൈനിൽ ഒരുപക്ഷെ നവാസ് മേത്തറുടെ പേര് നമുക്ക് ഏവർക്കും പരിചയം ഉണ്ടാവാം. പക്ഷെ വിഷ്വൽ മീഡിയയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മുഖം പോപ്പുലർ ആവുക. നവാസ് മേത്തറുടെ മുഖം പോപ്പുലറായത് വിഷ്വൽ മീഡിയയിലൂടെയാണ്. കണ്ണൂർ വിഷൻ എന്ന ചാനലിലൂടെയാണ് അദ്ദേഹം മുഖം ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. ജനങ്ങൾ അറിഞ്ഞു തുടങ്ങിയെന്ന് പറയുമ്പോൾ തലശ്ശേരിക്ക് പുറത്താണ്. തലശ്ശേരിക്കുള്ളിൽ നേരത്തെ ആളുകൾക്ക് അറിയുന്ന മുഖമാണ്. ജേർണലിസത്തിന്റെ രണ്ട് മുഖങ്ങളെയും, അച്ചടി മാധ്യമത്തെയും വിഷ്വൽ മീഡിയയും, പ്രിന്റ് മീഡിയയും വിഷ്വൽ മീഡിയയും ഒരുപോലെ കോർത്തിണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രീ നവാസ് മേത്തറിന് സാധിച്ചു. അതാണ് അദ്ദേഹം ഈ നിലയിലേക്ക് അറിയപ്പെടുന്ന വ്യക്തിയായി മാറുകയും അതിന് അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു എന്ന കാര്യത്തിൽ ഉറപ്പിച്ചു പറയാം. അദ്ദേഹത്തെ തലശ്ശേരിക്കാർക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ആ കഠിനാധ്വാനം ചെയ്ത് ഇന്ന് ഉയരങ്ങളിലേക്ക് എത്തി മൾട്ടി ഫെസറ്റഡ് എന്ന് പറയാം, ബഹുമുഖമായ കഴിവുകൾ തെളിയിച്ച ഒരു നല്ല മാധ്യമ പ്രവർത്തകനാണ് ശ്രീ നവാസ് മേത്തർ. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പുസ്തകം ഏറ്റുവാങ്ങി. ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡെക്കാൻ ഇംപ്രിന്റ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിന്റെ ഇംഗ്ലീഷ് പതിപ്പായ അൺക്ലൈംസ് മംഗൽസൂത്രയുടെ കവർ പ്രകാശനം ദീപിക മാനേജിംഗ് ഡയറക്ടർ മൈക്കിൾ വെട്ടിക്കാട്ട് നിർവഹിച്ചു. കവർ പ്രകാശനം ചെയ്യുന്നത് മൈക്കിൾ വെട്ടിക്കാട്ട്, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദീപിക വെട്ടിക്കാട്ട്. ഇവിടെ പറയപ്പെട്ടതുപോലെ മലയാളത്തിലെ ആദ്യ ദിനപത്രമാണ് ദീപിക. 1887 മറ്റൊരു പത്രവും ആരംഭിക്കുന്നതിന് മുമ്പ് കേരള കലയിൽ തുടക്കം കുറിച്ച, കേരളത്തിന്റെ ശബ്ദമായി നിലകൊള്ളുന്ന, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ദീപിക. ആ ദീപികയെ കുറിച്ചാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ ഇവിടെ കുറിച്ചിരിക്കുക. മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപിക എന്ന പത്രമുത്തശ്ശിയോടൊപ്പം 35 വർഷം സഞ്ചരിച്ചു കഴിഞ്ഞു. ദീപിക എന്നും ഒരു അത്ഭുതമാണ്. ചില സമയത്ത് ദീപിക അണയാൻ പോകുന്നതായി നമുക്ക് തോന്നും. പക്ഷേ ഫീനിക്സ് പക്ഷിയെ പോലെ ദീപിക ഉയർത്തെഴുന്നേൽക്കും. ക്രൈസ്തവ സഭയാണ് ദീപികയുടെ ഉടമകളെങ്കിലും ഒരു കാലത്ത് ആ പത്രത്തിലെ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇതര മതസ്ഥരായിരുന്നു. ദീപികയിൽ നിന്നും പരിശീലനം ലഭിച്ചവരാണ് കേരളത്തിലെ പത്ര ദൃശ്യമാധ്യമങ്ങളിൽ തലപ്പത്തുള്ളവരിൽ ഭൂരിഭാഗം പേരും. പേരെടുത്ത് പറയാവുന്ന നിരവധി നെഞ്ചുറപ്പുള്ള മാധ്യമപ്രവർത്തകരെ രാജ്യത്തിന് സംഭാവന നൽകിയത് ദീപികയായിരുന്നു. കണ്ണൂരിന്റെ മണ്ണിൽ പ്രിന്റിംഗ് ആദ്യം ആരംഭിച്ചതും ദീപിക തന്നെയായിരുന്നു. ദീപിക വന്നതിന് ശേഷമാണ് മറ്റ് പത്രങ്ങളെല്ലാം കണ്ണൂരിൽ പ്രിന്റിംഗ് ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞത് തുടങ്ങിയത് ഈ പോയിന്റ് എങ്ങനെയാണ്? നടന്നു വന്ന വഴി മറക്കാതെ അത് അയവിറക്കുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ വ്യക്തിത്വമുള്ള വ്യക്തി. ആ വ്യക്തിയായി പ്രശോഭിക്കുവാൻ നവാസ് മേത്തറിന് കഴിയുന്നു എന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും തലശ്ശേരി നഗരസഭാധ്യക്ഷ KM ജമുനറാണി ടീച്ചർ അധ്യക്ഷയായി. കേരള വിഷൻ ന്യൂസിനായുള്ള 100 കോപ്പിയുടെ വിതരണോദ്ഘാടനവും നടന്നു. കൈരളി ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം നവാസ് മേത്തറുടെ പ്രഥമ പുസ്തകമാണ്. 35 വർഷക്കാലമായി മാധ്യമരംഗത്ത് പ്രവർത്തിച്ചു വരുന്ന നവാസ് മേത്തറുടെ അനുഭവ പശ്ചാത്തലത്തിൽ രചിച്ചിട്ടുള്ള പരമ്പരകളാണ് വായനയുടെ രസച്ചരടിൽ ഭംഗിയായി കോർത്തിണക്കി പ്രസിദ്ധീകരിക്കുന്നത്.
കണ്ണൂരിന്റെ രാഷ്ട്രീയ സംഘർഷങ്ങളും നേതാക്കളുടെ ചുവടുമാറ്റങ്ങളും ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങളും നേരിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ കണ്ടും കേട്ടും അറിഞ്ഞ കാര്യങ്ങളുമാണ് വ്യക്തതയോടെ നവാസ് മേത്തർ രേഖപ്പെടുത്തി വയ്ക്കുന്നത്. ഒരു നോവൽ വായിക്കുന്ന സുഖകരമായ വായനയോടെ ഇതിലെ ഓരോ കുറിപ്പുകളും നമുക്ക് വായിക്കാം എന്നതാണ് ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകത. ചുമ എന്ന രസകരമായ അധ്യായത്തിൽ ആരംഭിച്ച് ചായ എന്ന അധ്യായത്തിൽ അവസാനിക്കുന്നതാണ് ഈ പുസ്തകത്തിലെ വായന. മാഷ് തീർന്നു, അവർ കയറിപ്പോകുന്നത് കണ്ടു, വനത്തിനുള്ളിൽ പകച്ചു നിന്ന് DGP, തിരുവോണനാളിലെ കൊലവിളി, പിലാക്കണ്ടിയുടെ ബിരിയാണി ചാരൻ, മദ്യം കടത്താൻ പോലീസ് ജീപ്പ്, കുഞ്ഞുഞ്ഞെ കഞ്ഞി കുടിച്ചു പോ, ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങി മമ്മൂട്ടി, ഐസ്ക്രീം ബോംബ്, സ്റ്റീൽ ബോംബ്, മനോജ് എബ്രഹാം IPSന്റെ ടോർച്ചും പൊട്ടിത്തെറിക്കുന്ന ബോംബും, മോർച്ചറി, കറുപ്പ് തുടങ്ങിയ അധ്യായങ്ങളാണ് പുസ്തകത്തിലുള്ളത്. തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി, ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, ഷാഫി പറമ്പിൽ MP, ഡോക്ടർ ആസാദ് മൂപ്പൻ എന്നിവരുടെ കുറിപ്പുകളോടെയാണ് പുസ്തകം അവതരിപ്പിക്കുന്നത്. ഗ്രന്ഥകാരൻ നവാസ് മേത്തർ ആമുഖ ഭാഷണം നടത്തി. ഒന്നുമില്ല, മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എഴുതി കുറിപ്പാക്കിയിട്ട് ഇതെല്ലാം വൈദ്യുതി ഞാൻ പിതാവിൻ്റെ അടുത്ത് കൊണ്ടേക്കും. എൻ്റെ പിതാവിനോട് ഇത് വായിക്കണം, എന്നിട്ട് ഇത് എങ്ങനെയാണ് നടക്കുമോ പരിപാടി ചോദിച്ചു. പിതാവ് വായിച്ചിട്ട് പറഞ്ഞ് ഇത് നീ പ്രസിദ്ധീകരിക്കുക. എന്നാൽ പിതാവ് ഇത് വായിച്ച് പെർമിഷൻ തന്നതിന് ശേഷമാണ് ഞാൻ പുസ്തകമാക്കിയത്. ഈ പുസ്തകമാക്കി കഴിഞ്ഞിട്ട് ഇപ്പം ഇതിന് നല്ല എൻക്വയറി വന്നപ്പോൾ ഞാൻ പുതിയൊരു പുസ്തകം തന്നു. എന്നിട്ട് അതിനകത്തൊരു അധ്യായം എഴുതി, ക്യൂൻ മേരി. എന്നിട്ട് അത് ഞാൻ പിതാവിനെ വെച്ചു കൊടുത്തു. പിതാവ് ഇപ്പോൾ വായിച്ചിട്ട് അതും ഗതിയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുസ്തകം കൂടി ഉണ്ട്. അല്ലെങ്കിൽ അപ്പോൾ വലിയ സന്തോഷമാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഇപ്പം സൗദിയിലെ ലത്തീഫാജി ഇങ്ങനെ നോക്കിയ ഓരോ മനുഷ്യരും, നമ്മുടെ ലുലു ഹമീദുകൾ, ഓരോരുത്തരും പേര് പറയേണ്ടവരാണ്. ബാംഗ്ലൂരിൽ നിന്ന് അബു, ദുബായിൽ നിന്ന് പ്രവീണും ഭാര്യയും, അങ്ങനെ ഇരിക്കുന്ന ഓരോരുത്തരും പറഞ്ഞാൽ ഓരോ മനുഷ്യരും ഓരോ ലോകത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ്. എൻ്റെ ഈ ഒരു വിളി കേട്ടിട്ട് ഇത്രയും. പിന്നെ ഇതിനകത്തിരിക്കുന്ന ഒരു 50% ആളുകൾ ഈ പുസ്തകത്തിലെ കഥാപാത്രങ്ങളാണ്. ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടല്ല വിളിച്ചിരിക്കുന്നത്. വന്നവരും ലിബർട്ടി വിഷയത്തിനകത്ത് പ്രധാന കഥാപാത്രമാണ്. അതിനകത്തൊരു അധ്യായം പിലാക്കണ്ടിയുടെ ബിരിയാണി ചെമ്പ് എന്നാണ്. ആ ബിരിയാണി ചെമ്പ് ലിബർട്ടി വിഷയത്തിനായിട്ട് ബന്ധപ്പെട്ട ഒരു ബിരിയാണി ചെമ്പാണ്. നമ്മൾ മറ്റേ ബിരിയാണി ചെമ്പല്ല ഇത് ലിബർട്ടി വിഷയത്തിനാണ് ബിരിയാണി ചെമ്പാണ്. പിന്നെ ഇവിടെ ഈ സദസ്സിലിരിക്കുന്നവരും വ്യക്തിപരം, ഇപ്പോൾ പപ്പേട്ടതൊക്കെ ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ണൂരിൽ ദീപികയുടെ ഓഫീസിൽ പോയി ഇരിക്കുന്ന കാലത്ത് എനിക്ക് പറ്റും. ഒന്ന് ചായ കുടിക്കാൻ പൈസ ഇല്ലാത്തപ്പോൾ പപ്പേട്ടം വരണം, മംഗളം എന്ന ഹോട്ടലിൽ എന്നെയും എടക്കാട് പ്രേമനായനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയി ചായ വാങ്ങിച്ചിരുന്നതാണ്. അങ്ങനെ ഒരു സൗഹൃദമുള്ളവരാണ്. നമ്മുടെ സ്പീക്കറാണ്, എൻ്റെ ഡ്രൈവറാണ്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് ഈ രമേഷ് പുറത്തായാലും. പിന്നെ എൻ്റെ മാനേജിങ് ഡയറക്ടർ, അദ്ദേഹത്തെ ഇന്ന് പുതുതായി സാഹചര്യത്തെ എത്തിയാണ്. അദ്ദേഹത്തെ ഇന്നാണ് ആദ്യമായി കാണുന്നത്. ഞാൻ രാവിലെ അരമനയിൽ വന്ന് കാണാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട, അരമനയിൽ വന്നിട്ട് ഈ തിരക്കുകൾക്കിടയിൽ നിന്ന് അങ്ങോട്ട് വരേണ്ടതില്ല, ഇവിടെ വെച്ച് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കൂടി എത്തിയിട്ടുണ്ട്. വലിയ സന്തോഷമാണ്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ, രമേശ് പറമ്പത്ത് MLA, പരിഷ്കരണ കമ്മീഷൻ അംഗവും മുൻ ജില്ലാ ജഡ്ജിയുമായ T ഇന്ദിര, ദീപിക ഡയറക്ടറും ഇന്തോനേഷ്യ മലയാളി സമാജം പ്രസിഡന്റുമായ ബെന്നി മാത്യു വാഴപ്പള്ളി, COA സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV രാജൻ, കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ പ്രിജേഷ് അച്ചാണ്ടി എന്നിവർ വിശിഷ്ടാതിഥികളായി. കൈരളി ബുക്സ് മാനേജിംഗ് ഡയറക്ടർ O അശോക് കുമാർ പുസ്തക വിശദീകരണം നടത്തി. ബാംഗ്ലൂർ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് കൺസൾട്ടന്റ് M ശിവപ്രസാദ്, KSA ഇന്റർനാഷണൽ ട്രെയിനർ ഡോക്ടർ പോൾ തോമസ്, എഴുത്തുകാരി റഫ്സാന ഖാദർ, കോടിയേരി ബാലകൃഷ്ണന്റെ ജീവിത പങ്കാളി വിനോദിനി ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രിൻസ് അബ്രഹാം സ്വാഗതവും കൺവീനർ അനീഷ് പാതിരിയാട് നന്ദിയും പറഞ്ഞു. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും രേഖ. തലശ്ശേരി മണ്ഡലം പട്ടയ അസംബ്ലി ചേർന്നു. നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിൻ്റെ അധ്യക്ഷതയിൽ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിലാണ് യോഗം ചേർന്നത്. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീറിൻ്റെ അധ്യക്ഷതയിൽ തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് തലശ്ശേരി നിയോജക മണ്ഡലം പട്ടയ അസംബ്ലി നടന്നത്. ലാൻഡ് ആൻഡ് റവന്യൂ ഡെപ്യൂട്ടി കളക്ടർ CM ലതാദേവി, തലശ്ശേരി തഹസിൽദാർ M വിജേഷ്, ഭൂരേഖ തഹസിൽദാർ V പ്രശാന്ത് കുമാർ, ലാൻഡ് ട്രൈബ്യൂണൽ കൂത്തുപറമ്പ് തഹസിൽദാർ മാനസൻ എന്നിവർ സംബന്ധിച്ചു. നഗരസഭാധ്യക്ഷ KM ജമുന റാണി ടീച്ചർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും സംബന്ധിച്ചു. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ യോഗം ചേർന്നത്. അപ്പം അതിൽ ഒരു ഡെഡ്ലൈൻ കൊടുത്തിരുന്നു. എൻ്റെ ധാരണ ഡെഡ്ലൈൻ കഴിഞ്ഞുവെന്നാണ്. ഇന്ന ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട മന്ത്രി കൊടുത്ത ധാരണ. മന്ത്രി മാത്രമായിരുന്നില്ല, റവന്യൂ സെക്രട്ടറി Gobi Swal,
അതുപോലെ തന്നെ LRC കമ്മീഷണർ കൗശികൻ, ബഹുമാനപ്പെട്ട മന്ത്രിയും എൻ്റെ ഈ സാഹചര്യത്തിലാണ് യോഗം ചേർന്നത്. അതിനനുബന്ധമായാണ് ഇവിടെ യോഗം ചെയ്യുന്നത്. അപ്പം ഇത് അനന്തമായി നിർത്തിക്കൊണ്ടുപോകാനോ പട്ടയം വൈകിപ്പിക്കാനോ ഇതിനൊക്കെ തീരുമാനം ഉണ്ടാകും. തീരുമാനം ഓരോന്നിവരെയും തന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി സാംബ ശിവ കോളനിയിൽ, സാംബ നഗർ കോളനിയിൽ മുനിസിപ്പാലിറ്റി ഭൂമി, പ്രസ്തുത ഭൂമിക്ക് നിലവിലുള്ള കൈവശക്കാർ മുനിസിപ്പാലിറ്റി തന്നെ ആധാരം രജിസ്റ്റർ ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ സാംബ കോളനിയുടെ പ്രശ്നത്തിൽ പെറ്റ മണ്ണിന്റെ അവകാശികളായ ആദിവാസികളെ സവർണ വ്യവസ്ഥിതി നൂറ്റാണ്ടുകളായി ചാതുർവർണ്ണത്തിന്റെ പേരിൽ പാർശ്വവൽക്കരിച്ച് നിർത്തുകയാണെന്നും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് മോചനമുണ്ടായിട്ടില്ലെന്നും സുപ്രീം കോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനും റാഞ്ചി മുൻ MLA-യുമായ ഡോക്ടർ ജയപ്രകാശ് ഗുപ്ത മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്കിൽസ് പാർക്ക് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെറ്റ മണ്ണിന്റെ അവകാശികളായ ആദിവാസികളെ സവർണ വ്യവസ്ഥിതി നൂറ്റാണ്ടുകളായി ചാതുർവർണ്ണത്തിന്റെ പേരിൽ പാർശ്വവൽക്കരിച്ച് നിർത്തുകയാണെന്നും സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷവും ആദിവാസി ഗോത്രവിഭാഗങ്ങൾക്ക് മോചനമുണ്ടായിട്ടില്ലെന്നും സുപ്രീം കോടതി അഭിഭാഷകനും ഭരണഘടനാ വിദഗ്ധനും റാഞ്ചി മുൻ MLA-യുമായ ഡോക്ടർ ജയപ്രകാശ് ഗുപ്ത പറഞ്ഞു. മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്കിൽസ് പാർക്ക് ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഗോത്ര വികസനവും ഭരണഘടനയും എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രബന്ധാവതരണം നടത്തി. A student of sociology. Sociology and anthropology, and work for the society. The society which consists of भारत के लोग, which consists of people of Bharat. സമ്മിശ്ര സംസ്കൃതിയുടെ ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്ന മാഹിയിൽ ഒരു സർവകലാശാല സ്ഥാപിക്കണമെന്ന് ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൽ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KKN കുറുപ്പ് പറഞ്ഞു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ചാലക്കര പുരുഷു മുഖ്യപ്രഭാഷണം നടത്തി. സുപ്രീം കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് തബേശ്വർനാഥ് മിശ്ര സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് MK ശ്രീജേഷ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ ഡോക്ടർ CG ലക്ഷ്മിദേവി സ്വാഗതവും KK ബിൻസിമോൾ നന്ദിയും പറഞ്ഞു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജലബജറ്റ് പ്രകാശനം ചെയ്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ MP P സന്തോഷ് കുമാർ പ്രകാശന കർമ്മം നടത്തി. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജലബജറ്റ് പ്രകാശനം P സന്തോഷ് കുമാർ MP നിർവഹിച്ചു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CP അനിത അധ്യക്ഷയായി. PR വസന്തൻ മാസ്റ്റർ, ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ലത കാണി, പിണറായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, അഭിഷേക് കുറുപ്പ് എന്നിവർ സംസാരിച്ചു. എരഞ്ഞോളിപ്പുഴയിൽ നിന്നും കുയ്യാലിപ്പുഴയുടെ ഭാഗത്തുള്ള കണ്ടൽ സംരക്ഷിക്കുന്നതിനായി മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച V രവീന്ദ്രൻ ധർമ്മടത്തെ ചടങ്ങിൽ ആദരിച്ചു. സജീന്ദ്രൻ മാസ്റ്റർ ജലബജറ്റ് കാര്യവും കാരണവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. വീഡിയോ പ്രദർശനവും ഉണ്ടായി. ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ അത് അപ്പാട് മണ്ണിട്ട് നികത്തുന്ന രീതിയാണ്. പക്ഷേ ഈ മാലിന്യങ്ങൾ കിടക്കുന്ന സ്ഥലം തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം യഥാർത്ഥ തണ്ണീർത്തടം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വിചാരിക്കുന്ന കിണറും കുളവും മാത്രമാണ്. ശരിക്കും ഉറവയുള്ള സ്ഥലങ്ങള്, അത് ഈർപ്പമുള്ള സ്ഥലങ്ങള്, ജലാശയങ്ങള്, അതുപോലെ കുളങ്ങള്, തോടുകള്, അങ്ങനെയുള്ള കിണറുകൾ, ഇതെല്ലാം അന്ന് തണ്ണീർത്തടങ്ങളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്നേരം ഇതെല്ലാം നിലനിർത്തട്ടെ. എവിടെയെങ്കിലും ഒരു പൊട്ടക്കിണറുണ്ടെന്നുണ്ടെങ്കിൽ അത് മണ്ണിട്ട് നികത്തിക്കളയും. അപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തും അതിന് ബന്ധപ്പെട്ട അധികാരികളും ഇത്തരം സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് ഈ അവസരത്തിൽ മുന്നോട്ട് പോകണമെന്നും അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ സമഗ്ര വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഏകോപിപ്പിച്ചിട്ട് മുന്നോട്ട് പോകണം. എന്നെപ്പോലുള്ള ആൾക്കാർ ഇത്തരം കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ അതിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെങ്കിൽ ഏഷ്യയിലെ ഏറ്റവും വലിയ നല്ല ടൂറിസം കേന്ദ്രങ്ങൾ അടക്കം ഉണ്ടാക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഇത് മാറും എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് കൊട്ടിയൂർ തീർത്ഥാടകർക്ക് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി
IRPC എന്നിവയുടെ നേതൃത്വത്തിൽ ചിറ്റാരിപ്പറമ്പിൽ ആരംഭിച്ച സൗജന്യ ഭക്ഷണ വിശ്രമ കേന്ദ്രം ആശ്വാസമാകുന്നു. 1000-ലേറെ തീർത്ഥാടകരാണ് ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ എത്തിച്ചേരുന്നത്. ടെമ്പിൾ കോർഡിനേഷൻ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി IRPC സംയുക്താഭിമുഖ്യത്തിൽ പൂവത്തിൻ കീഴിലാണ് സൗജന്യ ഭക്ഷണ വിശ്രമ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജൂൺ 9 മുതൽ ആരംഭിച്ച സൗജന്യ ഭക്ഷണ വിതരണം ജൂലൈ 4 വരെ തുടരും. സാമ്പാർ, പച്ചടി, തോരൻ, നാരങ്ങാക്കറി ഉൾപ്പെടെയുള്ള വിഭവങ്ങളോടൊപ്പം പായസവും അടങ്ങിയതാണ് ഉച്ചഭക്ഷണ മെനു. ദിവസവും രാവിലെ മുതൽ ഉച്ചവരെ പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്യുന്നുണ്ട്. പ്രത്യേക വളണ്ടിയർമാരാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതും വിളമ്പുന്നതും. വാഹന ഡ്രൈവർമാർ ശ്രദ്ധിക്കാൻ റോഡിലും വളണ്ടിയർമാരുടെ സേവനമുണ്ട്. വിദൂര സ്ഥലങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് മനസ്സിന് കുളിരേകാൻ ദിവസവും വിവിധ കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട്. തീർത്ഥാടകർ എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കൊട്ടിയൂർ ഉത്സവത്തിനെത്തുന്ന നിരവധി തീർത്ഥാടകരാണ് ചിറ്റാരിപ്പറമ്പിലെ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഉപയോഗപ്പെടുത്തുന്നതെന്ന് സംഘാടക സമിതി ചെയർമാൻ K. ദിവാകരൻ പറഞ്ഞു. കേന്ദ്രത്തിന്റെ പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാം, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. കഴിഞ്ഞ ജൂൺ 10 മുതൽ ഇന്ന് 16-ാം തീയതി വരെയുള്ള 7 ദിവസക്കാലം കഴിഞ്ഞ ശനിയും ഞായറും ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഈ കേന്ദ്രത്തിൽ വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചു പോയത്. ഈ കേന്ദ്രത്തിലേക്കുള്ള സംഭാവനകൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ കറിവേപ്പില മുതൽ ചാക്കരി വരെയുള്ള എല്ലാ വസ്തുക്കളും ഈ കേന്ദ്രത്തിൽ ആളുകൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിനും പുറത്തും ഉള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം സംഘടിപ്പിച്ചു വരുന്നത്. വരുന്ന ജൂൺ മാസം 30-ാം തീയതി വരെ ഈ കേന്ദ്രം പ്രവർത്തിക്കും. ഈ നിലയിൽ ഏതാണ്ട് ദിവസം 35 മുതൽ 50 വരെ വളണ്ടിയർമാർ സ്വയം സന്നദ്ധമായി ഈ കേന്ദ്രത്തിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ കുടുംബശ്രീയിൽപ്പെട്ട സഹോദരിമാരും അതുപോലെ ഇടതുപക്ഷ പ്രവർത്തകരുമെല്ലാം ഈ വളണ്ടിയർമാരുടെ സംഘത്തിലുണ്ട്. K. ദിവാകരൻ, P. ജിനീഷ്, K. ജയപ്രകാശ്, N. വിജയൻ, K. രഘുത്തമൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഭക്ഷണ വിശ്രമ കേന്ദ്രത്തിന്റെ പ്രവർത്തനം. അക്കാദമിക് രംഗത്തും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ന്യൂമാഹി ഗ്രാമപഞ്ചായത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂളായ MM ഹയർ സെക്കൻഡറി സ്കൂളിനെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. SSLC പരീക്ഷയിൽ തുടർച്ചയായ 100% വിജയം നിലനിർത്തിയ സ്കൂൾ ഇത്തവണ +2 പരീക്ഷയിൽ റെഗുലർ വിഭാഗത്തിൽ ജില്ലയിൽ 1ാം സ്ഥാനം കൈവരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഴിഞ്ഞ 2 തവണ സബ് ജില്ലാ തലത്തിൽ 1ാം സ്ഥാനം നേടിയ സ്കൂൾ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും കൂട്ടായി നടത്തിയ ഇടപെടലിന്റെ ഭാഗമായാണ് ഈ നേട്ടം കൈവരിച്ചത്. അക്കാദമിക് രംഗത്ത് ഈ അടുത്ത കാലത്ത് വലിയ മുന്നേറ്റമാണ് സ്കൂൾ നടത്തിയത്. ന്യൂമാഹി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ന്യൂമാഹി മലയാള കലാഗ്രാമത്തിൽ നടന്ന അനുമോദന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളും വളരെ ആശങ്കയോടുകൂടിയാണ് ഈ റിസൾട്ട് ഇങ്ങനെ കേട്ടാൽ കാത്തിരുന്നത്. കാരണം ഞങ്ങൾ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത് SSLC റിസൾട്ടിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ 1ാം സ്ഥാനം കിട്ടണം. അങ്ങനെ കിട്ടുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ഇടപെടലാണ്, പ്രവർത്തനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ റിസൾട്ട് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ വളരെ സന്തോഷകരമായ അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂർ ജില്ലയ്ക്ക് സംസ്ഥാനത്ത് SSLC റിസൾട്ട് വന്നപ്പോൾ 1ാം സ്ഥാനം കിട്ടി. അപ്പോൾ MM ഹയർ സെക്കൻഡറി സ്കൂളും ഇതുപോലെ തന്നെ റിസൾട്ട് വരുമ്പോൾ ആകാംക്ഷയോടുകൂടി തന്നെയാണ് റിസൾട്ടിനെ വരവേറ്റിട്ടുള്ളത് എന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നല്ല മെച്ചപ്പെട്ട റിസൾട്ടാണ് ഈ ഹയർ സെക്കൻഡറി നേടിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ഒരു നിസ്സാര കാര്യമല്ല ഒരു ഹയർ സെക്കൻഡറിക്ക് 99% മാർക്ക് വാങ്ങി വിജയിക്കുക എന്നുള്ളത്. നല്ല കഠിനാധ്വാനത്തിന്റെ ഭാഗമായിട്ടാണ് അത് നേടിയിട്ടുള്ളത്. ന്യൂമാഹി പഞ്ചായത്ത് പ്രസിഡന്റ് MK സേതു അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അർജുൻ പവിത്രൻ, K. ഷർമിള, VK മുഹമ്മദ് തമീം, KP റീത്ത, O. അബ്ദുൾ അസീസ്, താഹിർ കൊമ്മോത്ത്, സമീർ പെരിങ്ങാടി, M. അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും.
മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA, കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. പ്രൊഫഷണൽ ഡിഗ്രിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ BBA റിസൾട്ടിൽ 3ാം സ്ഥാനവും BComൽ 7ാം സ്ഥാനവും ലഭിച്ച ടിയാസ് കോളേജിൽ പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കോഴ്സസ് ഓഫേർഡ്: BBA, BCom Finance, BCom Corporation, BA English. Newly added courses: BCA, BCom Logistics. Add-on courses: ACCA, Aviation and Logistics, Artificial Intelligence and Machine Learning, Cloud Computing and Data Science, Ethical Hacking and Cyber Security. Tellicherry Institute of Advanced Studies, Arts and Science College, affiliated to Kannur University and approved by Government of Kerala. Kundurmala, West Punyam, Talasheri. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി.
300 സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. मेरे नैनों में रहना सजना, इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. മറ്റു വാർത്തകളിലേക്ക്. മലബാർ ക്യാൻസർ സെന്റർ, കണ്ണൂർ ജില്ലാ ക്യാൻസർ കൺട്രോൾ കൺസോർഷ്യം എന്നിവയുടെ നേതൃത്വത്തിൽ പുകയില ലഹരി വിരുദ്ധ മാസാചരണത്തിന്റെ ഭാഗമായി ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ചൊക്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള, ഇപ്പൊ പ്ലസ് വണ്ണിലെ കുട്ടികളുണ്ടാവുക ഇല്ല, പ്ലസ് ടു കുട്ടികളാണ് അല്ലെ. അപ്പൊ നിങ്ങളെ കണ്ടിട്ടാണ് പ്ലസ് വണ്ണിലെ കുട്ടികൾ പഠിക്കേണ്ടത് അല്ലെ. ഒരുപാട് മുതിർന്ന ആളെ നമുക്ക് ഇനി എന്താക്കാൻ വേണ്ടി പറ്റില്ല. ലഹരി ഉപയോഗിക്കരുത്, ലഹരി എന്താക്കരുത്, ലഹരി ഇതാക്കരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. ഉണ്ടോ? അച്ചാച്ചന്മാരോട് പറഞ്ഞ കാര്യമുണ്ടോ ഇനി? ഇല്ല. അപ്പൊ നമ്മളാണ് മാതൃകകളാവേണ്ടത് അല്ലെ. പ്ലസ് വണ്ണിലെ കുട്ടികൾക്ക് നമ്മളാണ് മാതൃകകളാവേണ്ടത്. ആ മാതൃകകള് രാമവിലാസം എപ്പോഴും എന്തിനും മാതൃകയാണ് അല്ലേ അല്ലേ. അതുപോലെ നാടിനും സമൂഹത്തിനും മാതൃകയായി നമ്മുടെ കുട്ടികൾ. ഇനി ഒരു ലഹരി ഉപയോഗിക്കുന്ന കുട്ടിയെ കണ്ടാൽ അവനെ തല്ലി ഓടിക്കുക നമുക്ക് പറ്റണം, നമുക്ക് ചങ്കെടുത്ത് വേണം അല്ലെ. അല്ലാതെ അവന്റെ കൂടെ ഞാനും പോകാമെന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി പാടില്ല. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് വളർന്നു വരാൻ വേണ്ടി സാധിക്കണം. മലബാർ ക്യാൻസർ സെന്റർ പ്രസിദ്ധീകരണമായ നേതിയുടെ പ്രകാശന കർമ്മവും ചടങ്ങിൽ നടന്നു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസിന് കമ്മ്യൂണിറ്റി ഓങ്കോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ഫിൻസ് M. ഫിലിപ്പ്, ഡോക്ടർ AP നീതു എന്നിവർ നേതൃത്വം നൽകി. പുകയില ഉപയോഗം വലിക്കുന്ന ശീലം വല്ലാതെ കുറഞ്ഞിട്ടുണ്ട്. ചെറുത് കൂടി പുക വലിക്കുന്നത് വളരെ വിരളമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എന്താ കൂടിയത്? എന്ത് ശീലമാണ് കൂടിയത്? വെക്കുന്ന ശീലം. ഹാൻസ്, പാൽപരാഗ്, കൂളി തുടങ്ങി വെക്കുന്ന ശീലങ്ങൾ വല്ലാതെ കൂടിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും അപകടകരമായ ഒന്നാണ് കൂളി. വിദ്യാർത്ഥികൾക്കിടയിലും യുവജനങ്ങൾക്കിടയിലും വളരെ വ്യാപകമായിട്ട് ഉള്ളതാണ് ഈ കൂളിന്റെ ഉപയോഗം. TC പ്രദീപിന്റെ നേതൃത്വത്തിൽ ക്യൂസ് മത്സരവും സംഘടിപ്പിച്ചു. തുടർന്ന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസർമാരായ പ്രഭുനാഥ്, ലെനിൻ എന്നിവരുടെ ലഹരിക്കെതിരെ സന്ദേശമുയർത്തുന്ന ഏകപാത്ര നാടകവും അരങ്ങേറി. ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് PTK പ്രദീപൻ അധ്യക്ഷനായി. പ്രിൻസിപ്പൽ K. ഷൺമുഖൻ, PK ദയാനന്ദൻ, പ്രദീപ് മാസ്റ്റർ, ഡോക്ടർ KM ചന്ദ്രൻ, അജിത് കുമാർ, ഷീല സുരേഷ്, അസ്ലം മെഡിനോബ, ദിലീപ് കുമാർ എന്നിവർ സംസാരിച്ചു. CPM അരിയാക്കോൽ ബ്രാഞ്ച് കമ്മിറ്റി രക്തസാക്ഷി സ്മാരക മന്ദിരം പണിയുന്നു. ഇതിനായുള്ള നിർമ്മാണ കമ്മിറ്റി രൂപീകരണം ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
രക്തസാക്ഷി സ്മാരക മന്ദിരം നിർമ്മാണ കമ്മിറ്റി രൂപീകരണ യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന കോഡുകളാണ് അല്ലെങ്കിൽ വ്യവസ്ഥകളാണ് ലേബർ കോഡിന്റെ ഭാഗമായി കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കാലത്ത് അംഗീകരിക്കപ്പെട്ട ട്രേഡ് യൂണിയൻ ആക്ടാണ് ഇക്കാലം അത്രയും നമ്മുടെ രാജ്യം പിന്തുടർന്നു പോന്നിട്ടുള്ളത്. സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് യൂണിയനുകൾ രൂപീകരിക്കാൻ തങ്ങളുടെ തൊഴിലവകാശങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ ജനാധിപത്യപരമായി ഇടപെടുന്നതിനുമെല്ലാം തൊഴിലാളികൾക്ക് അവസരവും അവകാശവും നൽകുന്നതാണ് ട്രേഡ് യൂണിയൻ ആക്ടിലെ വ്യവസ്ഥ. എന്നാൽ ഇപ്പോൾ ഈ വ്യവസ്ഥ ഭേദഗതി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ പോലും നിയമപരമായി അവകാശമുണ്ടായിരിക്കുന്നതല്ല എന്നാണ് പുതിയ വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ തൊഴിലാളികൾക്ക് സംഘടിക്കാനും വിലപേശാനുമുള്ള ജനാധിപത്യപരമായ അവകാശം റദ്ദ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കോർപ്പറേറ്റുകൾക്ക് സ്വൈര്യമായി അവരെ ചൂഷണം ചെയ്യാൻ സൗകര്യമുണ്ടാക്കാനാണ്. KK പവിത്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. CPM ചമ്പാട് ലോക്കൽ സെക്രട്ടറി K. ജയരാജൻ അധ്യക്ഷനായി. K. ആദർശ്, KK വിനോദിനി എന്നിവർ സംസാരിച്ചു. ചെറുക്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ തലശ്ശേരി ലയൺസ് ക്ലബ്ബ് ഷുഗർ ബോർഡ് വിതരണം ചെയ്തു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് പ്രിൻസിപ്പൽ അനിതയ്ക്ക് ബോർഡ് കൈമാറി. ലയൺസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ TK രജീഷ് പ്രിൻസിപ്പൽ അനിതയ്ക്ക് ബോർഡ് കൈമാറി. കേരളത്തിന് കുട്ടികളുടെ ഇടയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ പ്രമേഹമുണ്ട്. കുട്ടികളിലും അത് വളരെയധികം കുട്ടികൾക്കൊരു ബോധവൽക്കരണം. നമ്മുടെ ഈ ഓരോ വീടുകളിൽ പോയി കുടിക്കുന്ന ഈ കൊക്കക്കോളയിലുള്ള എത്ര ഷുഗർ കണ്ടന്റ് എന്ന് കാണിക്കുന്നതാണ് ഈ ബോർഡ്. നമ്മൾ ഈ വർഷം നമ്മുടെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് 4 ജില്ലകളിലായി ഏതാണ്ട് 200ഓളം ബോർഡുകൾ സ്ഥാപിച്ചു കഴിഞ്ഞ സ്കൂളുണ്ട്. അപ്പോൾ ഇന്നും കുട്ടികൾക്കൊരു ബോധവൽക്കരണം ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഈ ചെറുക്കര സ്കൂളിൽ ഈ ഒരു ബോർഡ് ഇന്ന് ഇവിടെ നൽകാൻ സാധിച്ചപ്പോൾ സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാനത് വാർത്തകൾ. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് MK രാജഗോപാൽ, രാകേഷ് കരുണൻ, VV വേണുനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കനിവ് പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഫോറം തലശ്ശേരി, ട്രോമ കെയർ സൊസൈറ്റി കണ്ണൂർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ട്രോമ കെയർ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. തലശ്ശേരി കുട്ടിയാമോ സെന്ററിൽ നടന്ന ക്ലാസ് ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. തലശ്ശേരി കുട്ടിയാമു സെന്ററിൽ നടന്ന ക്ലാസ് ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ VK രാജീവൻ ഉദ്ഘാടനം ചെയ്തു. കരിയർ ഗൈഡൻസും പിന്നെ എന്താ പറയാ ആ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ട്രെയിനിങ്ങും ഒക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സാഹചര്യത്തിൽ. കാര്യം നമ്മുടെ സമൂഹം പലപ്പോഴായിട്ട് പ്രത്യേകിച്ചും യങ് ജനറേഷൻ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയത്തക്കതായിട്ടുള്ള ഈ ലഹരിയുടെ സബ്സ്റ്റൻസ് അബ്യൂസിന്റെ പിടിയിലേക്ക് ഒതുങ്ങുന്നു. അവര് വ്യായാമമില്ലാതെ വീടുകളിലിരുന്ന് അല്ലെങ്കിൽ മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ജീവിതശൈലി രോഗങ്ങളുടെ പിടിപെടൽ പണ്ട് 45-50 വയസ്സിന് ശേഷമാണെങ്കിൽ ഇപ്പൊ അതിന് മുന്നേ തന്നെ ആയിക്കൊണ്ട് വരുന്ന ഒരു സാഹചര്യമാണ്. കനിവ് ചെയർമാൻ PO മുനീർ അധ്യക്ഷനായി. ട്രോമ കെയർ സൊസൈറ്റി ചെയർപേഴ്സൺ സൂര്യ സൂജൻ മുഖ്യപ്രഭാഷണം നടത്തി. സേ നോ ടു ഡ്രഗ്സ്. ഇന്ന് ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സിന്റെ പ്രോബ്ലം ഉള്ളത് കേരളത്തിലാണ്. നമുക്കറിയാം. അതിനെ നമ്മുടെ സർക്കാർ 2 കൈകൊണ്ടും മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്മ എന്ന് പറഞ്ഞാൽ ദർ ഇസ് എ മദർഹുഡ്, ഒരു മാതൃത്വമുണ്ട്. അമ്മയുടെ കടമയാണ് ബയോളജിക്കലി നമുക്കൊരു എക്സ്ട്രാ ഓർഗൻ തന്ന് നമ്മളെ ഇങ്ങോട്ട് അയക്കുന്നത് പെറ്റ് പോറ്റി വളർത്താൻ. സ്നേഹം, സഹനശക്തി എല്ലാം 100 വയസ്സുള്ള ഒരു മകനുള്ള ഒരു അമ്മയാണെങ്കിൽ ആ അമ്മയാണ്. അമ്മക്ക് സമം വേറൊന്നുമില്ല. പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് തലശ്ശേരി ജനറൽ ആശുപത്രി കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആനന്ദ്, മോട്ടോർ വാഹന നിയമത്തെക്കുറിച്ചും അപകട സമയത്ത് എങ്ങനെ രക്ഷപ്പെടുത്താം എന്നതിനെക്കുറിച്ചും RTO എൻഫോഴ്സ്മെന്റ് റോഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ സബിൻ, ലീഡർഷിപ്പ് ആൻഡ് മോട്ടിവേഷൻ എന്ന വിഷയത്തിൽ ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ട്രെയിനർ അബ്ദുള്ള പുത്തൂർ എന്നിവർ ക്ലാസ് എടുത്തു. പിന്നെ നമ്മൾ അതിനിടയ്ക്ക് നമുക്കൊന്ന് വിളിച്ചു കളയാം. ആരെങ്കിലും ഫോൺ എടുത്ത് വിളിക്കാതെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട സാധനമാണ്. അപ്പോൾ അത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഒരാളെ വിളിക്കണം. അത് ആരെ വിളിക്കാൻ എനിക്ക് ഒന്നുകിൽ നിങ്ങളുടെ കൂടെ ഇതുപോലെ പരിശീലനം കഴിഞ്ഞാൽ മറ്റേ വോളണ്ടിയർമാരെ വിളിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ അറിയിക്കാം. അതും അല്ലെങ്കിൽ പിന്നെ
എന്താ പറയുക, ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ആംബുലൻസിനെ വിളിക്കാം, ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയിലേക്ക് വിളിച്ചറിയിക്കാം, ഇല്ലെങ്കിൽ അപ്പുറത്തിപ്പുറത്തുള്ള പീടികയിലുള്ള പകൽ സമയത്താണെങ്കിൽ ആൾക്കാർ ചുറ്റുമുണ്ടെങ്കിൽ അവരെ അറിയിക്കാം. ഒന്നുമല്ല, അയാളുടെ വീട് കിടക്കണമെന്ന് നിങ്ങൾ ആംബുലൻസ് വിളിക്കാം എന്ന് ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളെ സഹായിക്കാൻ ഒരാളെ കൂടി. അത് ഇതുപോലത്തെ ആംബുലൻസ് വിളിക്കാനും മറ്റ് സേവനങ്ങൾക്ക് വിളിച്ചു വരുത്താനും വേണ്ടിയിട്ടും ആവാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഈ പ്രക്രിയ ചെയ്യാൻ വേണ്ടിയുള്ള സഹായമാവാം. ഇവിടെ സാധാരണ റോഡിൽ മാർക്കിംഗ് ഉണ്ട് അല്ലേ? ഇപ്പൊ വരുന്ന റോഡുകൾ നല്ല സർഫസ് ഒക്കെ നല്ല സ്മൂത്തായിട്ടുള്ള റോഡുകളാണ്. മെക്കാടത്താറെന്നൊക്കെ പറയും, ശരിയായ പേരതല്ല, അങ്ങനെയാണ് നമ്മൾ പൊതുവായിട്ട് പറയുന്നത് അല്ലെ? നല്ല റോഡുകളല്ല ഇപ്പൊ വരുന്ന, മുമ്പത്തെ പോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊന്നും ഇപ്പൊ അധികമില്ല. അതിലെല്ലാം മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ മാർക്ക് ചെയ്ത് കാണാൻ തന്നെ നല്ല സ്റ്റൈലായി. അപ്പൊ എന്തിനാണ് ഈ റോഡ് മാർക്ക് ചെയ്യുന്നത്? അത് ഒരേപോലത്തെ ലൈനാണ് അതിൽ ഇട്ടിട്ടുള്ളത് അല്ല? അപ്പൊ പല ടൈപ്പ് ലൈനിലാണ് റോഡ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായിരിക്കും ഈ റോഡ് മാർക്കിങ്ങിന്റെ അർത്ഥം? ഇതിൽ പറഞ്ഞിട്ടുള്ളത് മൊത്തം വരുന്നതാണ് റോഡ്, അതിന്റെ ഉള്ളില് കാരേജ് ലൈൻ, 2 സൈഡ് ലൈനിന്റെ ഉള്ളിൽ വരുന്നതാണ് കാരേജ്. എന്തിനാണ് കാരേജ് ലൈൻ? വാഹനങ്ങൾക്ക് സഞ്ചരിക്കുന്ന സ്ഥലമാണ് കാരേജ്. ഇനി പൊതുനിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ വീടിന്റെ പുറത്തേക്ക് വീടിനകത്തിരിക്കുമ്പോഴും നമ്മൾ ലീഡർ കൂടിയാണ്. ഇവിടെ ലീഡർ ഇല്ലാത്ത ആരല്ല, നേരത്തെ ഇപ്പം ലീഡർ പറഞ്ഞത് എല്ലാം റെഡിയാണ്. ലീഡർ ഇല്ലാത്ത ആരാണ്? വർക്കാത്ത സ്മാർട്ട് വാച്ച് അടിക്കണമെന്നാണ് ഇപ്പൊ നോക്കിയേ. വർക്ക് ചെയ്യാത്ത സ്മാർട്ട് വാച്ച് അടിക്കണം എന്നോട് ചോദിക്കണമെന്നാണ്. ഓക്കെ, സോറി, തമാശ പറയുന്നത്. എൻക്വയറി ചെയ്യുക. പിന്നെയോ നമ്മുടെ പരിപാടി നിങ്ങൾ നേരത്തെ പറഞ്ഞേ, ഇത് സാധനം കൊണ്ടുവന്ന് ശരിക്കും ഒരു അപകടം ഉണ്ടാക്കി അല്ലെങ്കിൽ കാണിച്ച ഷെയർ ഐഡിയാസ്, ആശയം പങ്കുവയ്ക്കണം. ട്രോമ കെയർ ഭാരവാഹികളായ നൌഷാദ് ബായക്കൽ, ചിറക്കൽ ബുഷറ, പ്രദീപൻ തൈക്കണ്ടി, കനിവ് സെക്രട്ടറി മഹമ്മൂദ് തുടങ്ങിയവർ സംസാരിച്ചു. PO ജാബിർ സ്വാഗതവും കോർഡിനേറ്റർ CV താജുദ്ദീൻ നന്ദിയും പറഞ്ഞു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്, ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ.
ഫോൺ 049023112338. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. കോടിയേരി ദേശീയ വായനശാല ഗ്രന്ഥാലയം കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളിൽ എഴുത്തുപെട്ടി സംഭാവന ചെയ്തു. ചെറുകഥാകൃത്ത് മേഘ്ന ഉദ്ഘാടനം ചെയ്തു. എഴുത്തുപെട്ടിയുടെ ഉദ്ഘാടനം ചെറുകഥാകൃത്ത് മേഘ്ന നിർവഹിച്ചു. അതിനുശേഷം ഞാൻ കുറേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കുന്നുണ്ടല്ലോ, എവിടെ നിന്നാണ് നമുക്കിങ്ങനെ വായിക്കാനും അല്ലെങ്കിൽ എഴുതാനൊക്കെയുള്ള ആഗ്രഹം ഉണ്ടാവുന്നതല്ല. നിങ്ങളെ പോലുള്ള ചെറിയ കുട്ടികളായിരിക്കുന്നുണ്ടാവും. അപ്പം പുസ്തകം വായിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ടീച്ചർമാരോട് സംസാരിച്ച് അതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ എഴുതി. കോടിയേരി ജൂനിയർ ബേസിക് സ്കൂൾ പ്രധാനാധ്യാപിക രോഷ്ന ടീച്ചർ അധ്യക്ഷയായി. കെ അച്യുതൻ സംസാരിച്ചു. വായനശാല സെക്രട്ടറി KP അരുൺകുമാർ സ്വാഗതവും ശിവപ്രകാശ് നന്ദിയും പറഞ്ഞു. പാനൂർ നഗരസഭ 11ാം വാർഡ് സഭാ യോഗം ചേർന്നു. കണ്ണവള്ളി പെരിങ്ങളം നോർത്ത് LP സ്കൂളിലാണ് യോഗം നടന്നത്. പാനൂർ നഗരസഭാ കൗൺസിലർ അൻസാർ അണിയാരം ഉദ്ഘാടനം ചെയ്തു. രൂപീകരിച്ചതാണ്. അതൊരു ശൈശവ ദിശയിലാണ്. നഗരസഭ ഭരണസമിതി ഇപ്പോൾ 10ാം വർഷത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ പൂർണ്ണമായും ആദ്യമുള്ള പാനൂർ ബസ് സ്റ്റാൻഡ് രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ EPR സംവിധാനങ്ങളൊക്കെ പുരോഗമിച്ച കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ചെയർമാൻ സംബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോയി അതിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ത്വരിതഗതിയിൽ തന്നെ നമ്മൾ പുരോഗമിക്കുന്നത് കൃത്യപ്പെട്ട തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു മികച്ച നഗരസഭയാക്കി നമുക്ക് പാനൂർ നഗരസഭയെ മാറ്റണം. അതിന് നിങ്ങളുടെ വാർഡിന്റെ സംഭാവന ഉണ്ടാക്കണമെന്ന് മാത്രമാണ്. വാർഡ് കൗൺസിലർ ഷീബ അധ്യക്ഷയായി. വാർഡ് വികസന സമിതി കൺവീനർ KK വിജയൻ സ്വാഗതം പറഞ്ഞു. അംഗൻവാടി വർക്കർ K സുലോചന ഗുണഭോക്തൃ ലിസ്റ്റ് അവതരണം നടത്തി. കോർഡിനേറ്റർ നീതു നന്ദിയും പറഞ്ഞു. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുമായി കൈകോർത്ത് ആയുർവേദ ആശുപത്രി മാനേജ്മെന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഗുണവത്ത യാത്ര ശില്പശാല സംഘടിപ്പിച്ചു. ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ നടന്ന ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇടൂഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ഹോട്ടൽ റോയൽ ഒമേഴ്സിൽ നടന്ന ശില്പശാല സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ഇടൂഴി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. ചെറിയ ഹോസ്പിറ്റലിനും നമുക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ NABHന്റെ ഒക്കെ എൻട്രി ലെവലിലോ അല്ലെങ്കിൽ തന്നെ അതിന്റെ ഫുൾ അക്രഡിറ്റേഷൻ ലെവലിൽ സർട്ടിഫിക്കേഷനും ഉണ്ട്, അക്രഡിറ്റേഷനും ഉണ്ട്. ഇതിലൊക്കെ വന്നാൽ പലതരം നമുക്കിപ്പോൾ പല ക്ലെയിമുകളായാലും മറ്റു പല ഇതിനും നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടി സാധിക്കും. Another one of the requests from our association side, sir, we need an SSCO category to put in the Ayush sector, because in modern sector we have SSCO and it's entry level category. The same scenario is existing in Ayurveda sector also. Dr. PP Andru അധ്യക്ഷനായി. ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യ അഡ്വൈസർ C വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. KLE ആയുർവേദ മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഗജേന്ദ്ര തൊടേക്കർ ട്രെയിനിംഗ് ക്ലാസിന് നേതൃത്വം നൽകി. ഡോക്ടർ പ്രപഞ്ച് K, ഡോക്ടർ കേശവൻ വേദിരമന എന്നിവർ സംസാരിച്ചു. ഡോക്ടർ പ്രപഞ്ച്, ഡോക്ടർ സത്യഗോപാൽ, ഡോക്ടർ PV ധന്യ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 30ഓളം ആശുപത്രി പ്രതിനിധികൾ പങ്കെടുത്തു. ശില്പശാല വരും ദിവസങ്ങളിൽ കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിലും സംഘടിപ്പിക്കും. സെൻ ഡെന്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ ചൊക്ലി കാഞ്ഞിരത്തിന് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സെൻ ദന്തൽ മൾട്ടി സ്പെഷ്യാലിറ്റി ദന്തൽ ക്ലിനിക് ആൻഡ് ഇംപ്ലാന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ചൊക്ലി കാഞ്ഞിരത്തിന് കീഴിൽ ചൊക്ലി രാമവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം KK ബിൽഡിംഗിലാണ് സെൻ ദന്തൽ പ്രവർത്തനം ആരംഭിച്ചത്. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു.
ചൊക്ലി പഞ്ചായത്ത് പ്രസിഡന്റ് CK രമ്യ ടീച്ചർ, വൈസ് പ്രസിഡന്റ് MO ചന്ദ്രൻ, ഡോക്ടർ ഋതുൽ പവിത്രൻ തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദന്തപരിചരണ രംഗത്ത് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളുമായാണ് സെൻ ദന്തൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. കണ്ണൂർ ടൗണിൽ പേവിഷബാധ സംശയിക്കുന്ന നായ ആക്രമിച്ച് നിരവധി പേർക്ക് പരിക്ക്, 20ഓളം പേർക്ക് കടിയേറ്റു. കനത്ത മഴയിൽ പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപം സ്വകാര്യ കോംപ്ലക്സിന്റെ മുകൾ നിലയിൽ നിന്നും ഹോളോ ബ്രിക്സ് കട്ടകൾ ഇടിഞ്ഞു വീണ് ഹോട്ടൽ തകർന്നു. രാത്രിയായതിനാൽ ഒഴിവായത് വൻ അപകടം. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ കെട്ടകാലം ഒരിക്കലും തിരിച്ചു വരരുതെന്നാണ് ആഗ്രഹമെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ. മാധ്യമപ്രവർത്തകൻ നവാസ് മേത്തർ രചിച്ച ആ താലിമാല തേടി ആരും വന്നില്ല പുസ്തകം തലശ്ശേരിയിൽ പ്രകാശനം ചെയ്തു. തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജല ബഡ്ജറ്റ് പ്രകാശനം ചെയ്തു. പ്രകാശന കർമ്മം MP സന്തോഷ് കുമാർ നിർവഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.